ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഗേൾസിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദാറ്റ് ഈസ് കമ്മൽ. കമ്മൽ ഇഷ്ടമില്ലാത്ത ഏത് ഗേളാണ് ഉള്ളത്? ലൈക്ക് എനിക്കൊക്കെ ഭയങ്കര ക്രേസാണ് കമ്മൽ, വള, എസ്പെഷ്യലി കുപ്പിവളയൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ്. കുപ്പിവള ഭയങ്കര ക്രേസാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും ക്രേസുള്ള സാധനമാണ് കമ്മൽ. അപ്പോൾ ലൈക്ക് ഇന്ന് എൻ്റെ കയ്യിലുള്ള എൻ്റെ കുറേ ജുംക്കാസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജുംക്കയാണോ എന്താണെന്ന് ലൈക്ക് എല്ലാം സെയിം ആണല്ലോ. സോ എൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും പല സാധനങ്ങൾ വരും. ചിലപ്പോൾ ഞാൻ ഒരു കമ്മൽ കാണിക്കുമ്പോൾ ഞാൻ ജുംക്ക എന്നാണ് പറയുന്നത്, അടുത്തതെടുക്കുമ്പോൾ ഞാൻ ജിംക്കി എന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഒന്ന് തന്നെയാണ്. പേര് പലതുണ്ടെങ്കിലും സംഭവം ഒന്നാണല്ലോ. സോ നമുക്കത്ര മതി. അപ്പോൾ നമ്മളിന്ന് അതാണ് കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യം തൊട്ട് എൻഡ് വരെ കാണാം. ബിക്കോസ് നിങ്ങൾ എങ്ങാനും സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്ത് ആയിരിക്കും ചിലപ്പോൾ നല്ല കമ്മൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ നിങ്ങളതേ ആ ഒരു വൈബുള്ള കമ്മൽ ചിലപ്പോൾ അപ്പോഴായിരിക്കും വരുന്നത്. സോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കാണാം. ഓക്കെ. എന്തായാലും ഭയങ്കര ലെങ്തി ഒന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് ഇത്രയും കാണിക്കാനുണ്ട്. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കാണിക്കാൻ പറ്റും, ഇത്രയും കാണിക്കാൻ സമയം കിട്ടുമെന്നറിയില്ല, പക്ഷേ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് മൊത്തം കാണാം. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മൊത്തം കാണാം. അല്ല ഞാനിങ്ങനെ വലിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കാം. എന്തായാലും മിക്കവാറും സെക്കൻഡ് പാർട്ട് എടുക്കേണ്ടി വരും. ബിക്കോസ് ഇതല്ലാതെ കുറച്ചിരിപ്പുണ്ട്. പിന്നെ ഇത് തന്നെ തീരുമെന്ന് അറിയത്തില്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറഞ്ഞ് ചളവാക്കും. സോ അതിലോട്ടൊന്നും പോകണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ആക്ച്വലി ഒരു വീഡിയോ അല്ല, ഷോർട്സ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതും പിന്നെ വേറെ ഒരു 3-4 കമ്മലിൻ്റെയും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെ വാങ്ങിച്ച എവിടെ നിന്നാണെന്നുള്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളൊരു കണ്ടു നോക്കാം. സോ ഇതാണ് നമ്മുടെ ചുക്ക. കാണുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? എനിവേ ഇതാണ് നമ്മുടെ ചുക്ക. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. ഇത് പ്രത്യേകിച്ച് ഓണമൊക്കെ വരാറായി, അപ്പം അതുകൊണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിക്ക് ഞാൻ മേടിച്ചതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജുംക്ക. ഇത് ഞാൻ ഇട്ടിട്ട് വരാം. കണ്ടോ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ജുംക്ക. ഇതിലിതേ ഇങ്ങനെ ഒരു ചിറകൊക്കെ, ഒരു ഇൻവേർട്ടഡ് ചിറകൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല വലിയ കമ്മൽ. എനിക്ക് ആക്ച്വലി വലിയ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. വലിയ കമ്മൽ ദൂരെ തന്നെ കാണും, ഭയങ്കര വലുതായിട്ട്. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുംക്ക. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ഇനി അടുത്തത് ഇതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പീക്കു കിടന്ന് ഭയങ്കര പടി. ഈ കുരയ്ക്കുന്നത് എൻ്റെ പീക്കുവാണ്, എൻ്റെ പട്ടിക്കുട്ടി. സോ അത് ഇഗ്നോർ ചെയ്യുക. എൻ്റെ ഈ കോകിലനാദം കേൾക്കണുള്ളപ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട, അത് വിട്ടേക്ക്, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ അടുത്ത ജുംക്ക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ വർഷം ഓണ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയ സാധനമാണ് ഈ ലോട്ടസിൻ്റെ മാല, ലോട്ടസിൻ്റെ കമ്മൽ, ലോട്ടസിൻ്റെ കൊലുസ് എല്ലാം. ലോട്ടസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഭയങ്കര ഹിറ്റായി നിന്ന സമയം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം. അപ്പം ആ സമയത്ത് ഞാൻ വാങ്ങിച്ചൊരു കമ്മലാണ് കേട്ടോ ഇത് ലൈക്ക് ഇങ്ങനെ കാണിക്കാം. ഇത് കണ്ടോ? ഇതില്ലേ? അയ്യോ കണ്ടുപോയല്ലേ. ഇതിൽ ഫുള്ളൊരു ഇത് റെഡല്ല, ഒരു മെറൂണും റെഡും, ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. ഒരു പിങ്ക് ഒന്നല്ല, ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു റെഡ് പോലത്തെ ഒരു കളറാണ്. റെഡല്ല ആക്ച്വലി ഇത്. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഉടുപ്പിന് തീരെ ചേരുന്ന ഉടുപ്പിട്ടാൽ ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂടും. ഞാൻ ആക്ച്വലി ഈ കമ്മൽ മേടിച്ചപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനൊത്ത് വന്നില്ല. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് കമ്മൽ. ഇതിൽ മൊത്തം ഡോട്ടസൊക്കെയാണ് വരുന്നത്. സോ ആൻഡ് ഇതൊക്കെ ഇതൊന്നും ഇങ്ങനെ
കമ്മൽ മേടിക്കാനായിട്ട് പോയി മേടിക്കണതല്ല, എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കമ്മൽ. ഇനി ഞാൻ കഥ പറഞ്ഞ് ചാവുന്നില്ല. പീക്കു ഭയങ്കര കുര മീൻസ് ഭയങ്കര കുര, ചുമ്മാ കുരച്ചോണ്ടിരിക്കുക. ഞാനിത് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കും. ഇപ്പോൾ വീണ്ടും കുരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അവൻ കുരയ്ക്കുന്ന നിർത്താൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ അവൻ അവിടെ കിടന്ന് കുരച്ചോട്ടെ, നിങ്ങളത് ദയവ് ചെയ്ത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത കമ്മലിലോട്ട് പോവാം. ഇതാണ് അടുത്ത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ജുംക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇത് കണ്ടോ, ഇത് സാധാരണയുള്ള ജുംക്കക്കാരും ഇതിൻ്റെ ഈ അംബ്രല്ല സാധനത്തിന് ഇച്ചിരി വലിപ്പമുണ്ട്. ഇച്ചിരി കൂടെ തുറന്ന എന്താ പറയുക, അങ്ങനത്തെ ഒരു ജുംക്കയായത്. നല്ല ഭംഗിയില്ലേ? ഇതിങ്ങനെ ഈ കുർത്തേൻ്റെ ഒക്കെ കൂടെ ഇടാൻ ഇത് നല്ല രസമാണ്. ഇത് ഈ കുർത്തേൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നല്ല ഭംഗിയില്ലേ? നല്ല ക്യൂട്ട് ജുംക്ക. ഇത് നമ്മൾ മേടിച്ചത്. ഇത് പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ പിന്നെ ഫസ്റ്റ് കാണിച്ച സാധനമൊക്കെ ഞാൻ മുമ്പ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് വേണമെന്നുള്ളവർ അത് നോക്കിക്കോ. അത് നമ്മളെ കിഴക്കേക്കോട്ട് നിന്ന് എന്തോ മേടിച്ചത്. മിക്കതും അവിടെ നിന്നാണ് കേട്ടോ. ഈ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ കാണും, ഇഷ്ടപ്പെടും, അങ്ങനെ മേടിക്കുന്നത്. ഇത് അടുത്ത ജുംക്ക. പക്ഷേ ഇത് ഇച്ചിരി വലുതാണ്. ആൻഡ് ഞാനീ കാണിക്കുന്ന മിക്ക വലിയ കമ്മലുകളും കാണാനുള്ള വലിപ്പമേ ഉള്ളൂ. അതായത് ഇടുമ്പോൾ ഒട്ടും വെയിറ്റ് കുറവാണ്. തീരെ വെയിറ്റിലല്ല, വെയിറ്റ് നല്ല കുറവാണ്. ഇതിനൊന്നും ഒട്ടും വെയിറ്റില്ല. കാണുമ്പോൾ ഭയങ്കര വലുതായിട്ടുണ്ടെങ്കിലും ഒട്ടും വെയിറ്റില്ല. ഇതിനൊന്നും ഭയങ്കര ലൈറ്റായത്. ഓക്കെ, നമുക്ക് അടുത്ത കമ്മലോട്ട് പോവാം. ഇത് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ജുംക്കയാണ് ഇഷ്ടമെങ്കിൽ ഇതിൽ കൂടുതൽ ജുംക്ക ആയിരിക്കുമെങ്കിലും എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് അല്ലാത്ത കമ്മലും ഉണ്ടാവുന്നു. ഇത് ജുംക്കല്ല, സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ഒരു സാധനം. പക്ഷേ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതൊരു ഇത് ഈ വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ ഒരു എമറൽഡ് ഗ്രീനിൻ്റെ ഈ ഒരു സാധനമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ലേ? അപ്പം ഇതും അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പീക്കുവിൻ്റെ പോലെ മൈൻഡ് ചെയ്യേണ്ട പ്ലീസ്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തതിലോട്ട് പോവാം. അടുത്തത്, ഓ മൈ ഗോഡ്, ഇതെൻ്റെ ഫേവറേറ്റാണ്. ലൈക്ക് ഇത് ജുംക്കയല്ല, ഇത് അഗെയിൻ ഇത് വേറൊരു സാധനമാണ്. ഇത് കശ്മീരി ഇയറിങ് അതിൽ വരുന്ന സംഭവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഈ സൗണ്ട് കേട്ടോ, എന്ത് രസമല്ല കേൾക്കാൻ. ഈ ഒരു ജിൽ 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 എന്നുള്ള സൗണ്ട്. നമ്മളിതിട്ട് നടക്കുമ്പോഴുണ്ടല്ലോ, ഈ കൊലുസൊക്കെ ഇട്ട് നടക്കണ പോലെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു കമ്മലാണ്. ആൻഡ് ഇത് ഈ ഉടുപ്പിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. ചേരില്ല, ഇത് ഈ ഉടുപ്പിന് ചേരില്ല. ഇത് കുറച്ച് എന്താ പറയുക, സൽവാർ ഇങ്ങനെ ഭയങ്കര നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള അങ്ങനത്തെ ഉടുപ്പിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ഫോർട്ടിലെ അത് പ്രോബബ്ലി ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ഉള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. അവിടുത്തെ കടയിൽ അഫോർഡബിളാണ്, പ്ലസ് നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇച്ചിരി നോക്കിയും കണ്ടൊക്കെ എടുക്കണം. പക്ഷേ കണ്ടോ നല്ല ഭംഗിയില്ലേ? ഇതാണ് നമ്മുടെ ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ സൗണ്ട് കേൾക്കണം കണ്ടോ. ഇതിട്ടിട്ട് നമ്മളിങ്ങനെ തിരിയോ മറിയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആടിയിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെടുത്തിട്ടിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടും. നല്ല രസം. ലൈക്ക് ചെവിയിലിടുന്ന കമ്മലിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക രസം. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത ഞാൻ ഒരു പക്ഷേ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ഇട്ടൊരു ജുംക്കയായിരിക്കും ഇത് എനിക്ക് ആക്ച്വലി വലിയ മുഖമാണ് കണ്ടോ, ഉണ്ട മുഖമാണ്. അപ്പം ഉണ്ട മുഖം ആയതുകൊണ്ട് വലിയ കമ്മലിടുമ്പം കുറച്ചുകൂടെ വലുതായിട്ട് തോന്നും.
പക്ഷേ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെനിക്കിടുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നും. സോ ഇതാണ് നമ്മുടെ അടുത്ത ജുംക്ക. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ടിട്ട് വരാം. ലൈറ്റാണ് ഇത്, നമ്മുടെ ചെവിയിലിട്ട് ഒട്ടും വെയിറ്റ് തോന്നത്തില്ല. ഭയങ്കര ലൈറ്റാണിത്. എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഇച്ചിരി വലുതായിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. ഒട്ടും വെയിറ്റില്ല. ഇതിൻ്റെ ഇവിടെയൊക്കെ ഒട്ടും വെയിറ്റില്ല. ഇതിങ്ങനെ കുറേ സാധനം തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒട്ടും വെയിറ്റില്ല. ഇത് ഞാൻ മേടിച്ചത് തഞ്ചാവൂരിൽ നിന്ന്. ഞാനല്ല, ഇതിൻ്റെ ചേച്ചി എനിക്ക് മേടിച്ചതാണ്. തഞ്ചാവൂരിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കാണിച്ചു തരാം. കണ്ടോ? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, കുർത്തിക്കൊക്കെ നല്ല ചേരും. ഇത് കുർത്തി അങ്ങനത്തെ സാധനത്തിനൊക്കെ നല്ല ചേരും. സോ ഇതങ്ങനത്തെ ഒരു ജുംക്ക. ആൻഡ് നെക്സ്റ്റ് ഇതും തഞ്ചാവൂരിൽ നിന്ന് മേടിച്ചാൽ എനിക്കിങ്ങനെ റിങ് വന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ജുംക്ക വരുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. ചെറിയ കമ്മലൊക്കെ ഇടാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടമാണ്. പക്ഷേ ബാക്കി വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് ഈ ചെറുതിടുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. അയ്യോ ഇത് കാണാനില്ലല്ലോ എന്ന് പോലെ തോന്നും. പക്ഷെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സെയിം ഒരു വള എനിക്കുണ്ട്, ഇതേ മുത്ത് വരുന്ന. ഇതൊരു ക്യൂട്ട് ജുംക്കയാണ്. സോ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോ. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് ഇത് അവൈലബിൾ ആണോ ഇത്, കാരണം ഇതൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി. ഇപ്പോഴൊന്നും മേടിച്ചില്ല. ഈ സാധനം ഇത് രണ്ടും ഒരുമിച്ച് മേടിച്ച. ഇതൊക്കെ മേടിച്ചിട്ട് 1 വർഷത്തിൽ കൂടുതലായി. മാത്രമല്ല ഇത് തഞ്ചാവൂരിൽ നിന്ന് അവിടെ കണ്ട ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. സ്ഥലമൊന്നും കറക്റ്റ് അറിഞ്ഞുകൂടാ. സോ അതത്രയേ ഉള്ളൂ. ബട്ട് എന്നാലും കിഴക്കേക്കോട്ടയിൽ ആ കട നല്ലതാണ് കേട്ടോ. സോ ഇങ്ങനെ ഭയങ്കര ദേശി ആയിട്ടുള്ള ഇങ്ങനത്തെ ജുംക്ക അല്ലാതെ അവിടെ ഈ ഭയങ്കര വെസ്റ്റേൺ ആയിട്ടുള്ള അങ്ങനത്തെ കമ്മലൊന്നും അവിടെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഉണ്ട്, കളക്ഷൻസൊക്കെ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവിടെ കൂടുതലും ഇങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ കമ്മലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനത്തെ ഒരുപാട് കളക്ഷനുണ്ട്. നോക്കി തപ്പി പിടിച്ചൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. വിലയും കുറവാണ് ആക്ച്വലി. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മിക്കതും അവിടെ നിന്നാണ്. ആൻഡ് ഇത് കണ്ടോ, ഇതടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ കല്ലൊക്കെ പോയി ഗൈസ്. ഇത് ഞാൻ ആകെ 1-2 പ്രാവശ്യം മാത്രമേ ഇതിട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ കല്ലൊക്കെ പോയി. ഇവിടുത്തെ ഒരു കല്ല് പോയി, ഇവിടുത്തെ ഒരു കല്ല് പോയി, ഇതിൻ്റെ കല്ലൊക്കെ പോയി. പക്ഷെ ആകെ ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്തോ മാത്രം, അത് ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ എന്തോ മാത്രമാണ് ഇതിട്ടത്. പിന്നെ ഞാൻ ഇട്ടിട്ട് പോലുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ കല്ലൊക്കെ പോയി. എന്നാലും പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ അറിയത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇല്ല, അറിയും. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് അത്ര കംഫർട്ടബിൾ അല്ല. ഇങ്ങനെ വലുതാവുന്നുണ്ട്. ഇത്ര വലുതായതുകൊണ്ട് ചെവിയിലിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കില്ല. ഇച്ചിരി വലിയ ചെവിയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും. സോ ഇത് ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല. ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഇതായിരിക്കും എന്ന് പറഞ്ഞ് എപ്പോഴും ഇടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മേടിച്ച. പക്ഷേ ഒട്ടും ഇട്ടില്ല. 2 പ്രാവശ്യമായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് കല്ലും പോയി. അത്ര ക്വാളിറ്റി ഇല്ല, അതുകൊണ്ടാണല്ലോ കല്ല് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ജുംക്ക. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ജുംക്ക ബരേലി അല്ല, കിഴക്കേക്കോട്ട. അപ്പോൾ ജുംക്ക കിഴക്കേക്കോട്ട വാല സംതിങ് വട്ട്. ഇതൊക്കെ എനിക്കിങ്ങനെ ചില വട്ടുകളുണ്ട്. ഇതൊക്കെ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഇത് എൻ്റെ അല്ല, ഇതെൻ്റെ ചേച്ചിയുടെയാണ്. ഇതെൻ്റെ ചേച്ചിയുടെ കമ്മലാണ്. പക്ഷേ നല്ല ലുക്കാണ്. അവൾക്ക് എനിക്ക് എന്നെക്കാളും ഫാഷൻ സെൻസും എന്താ പറയുക, ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കമ്മലെടുക്കുക, വള എടുക്കുക, ഡ്രസ്സിങ്, സ്റ്റൈലിങ്, ഇതിലൊക്കെ എന്നെക്കാളും ഭയങ്കര പൊളിയാണ് എൻ്റെ ചേച്ചി.
അവൾ സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് ഞാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ചേച്ചി എന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റൈലിങ് അത്ര അടിപൊളിയൊന്നുമല്ല. ചിലപ്പോഴൊക്കെ നല്ല അടിപൊളി, ചിലപ്പോഴൊക്കെ എനിക്ക് എന്നോട് മതിപ്പ് തോന്നും. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, എൻ്റെ സെലക്ഷനൊക്കെ ഇത്ര നല്ലതാണോയെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവും. പക്ഷേ ചിലപ്പോഴൊക്കെ പറയാമല്ലോ, ഭയങ്കര നല്ല സ്റ്റൈലിങ് കാര്യങ്ങളൊന്നും അല്ല എനിക്ക്. പക്ഷേ എൻ്റെ ചേച്ചി അവൾ പൊളിയാണ്. ഈയിടെയായിട്ട് ഞാനും കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം അവൾ തന്നെ എടുത്തതാണ്. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്തത് കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 6-7 എണ്ണം മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത് അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി മിക്കതും എൻ്റെ ചേച്ചി അവൾ ചെയ്തതാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ തപ്പിപ്പിടിച്ചൊക്കെ എടുക്കുന്നതാണ്. അവൾക്കതിലൊരു വലിയ കഴിവാണ്. എനിക്ക് അത്രയും കഴിവില്ല. സോ ഇത് അഗൈൻ അവളുടെ കമ്മലാണ്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഇത് കുറവാണ് കേട്ടോ. ഈ പുറകിലത്തെ സാധനം, ഈ നീളം കുറച്ച് കുറവാണ്. ആൻഡ് ഇതിൻ്റെ ആണിയാണെങ്കിൽ വലിയൊരു ആണിയാണ്. അത് മര്യാദയ്ക്ക് ഇതിലിരിക്കില്ല. അപ്പോൾ ഇത് ഇടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ല ഭംഗിയാണ്. ഇതിടുമ്പം കുറച്ച് പ്രായം തോന്നിക്കും. പ്രത്യേകിച്ച് എൻ്റെ ഭയങ്കര വട്ട മുഖവും ഈ കമ്മലൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല പ്രായം പറയും. ഇപ്പോൾ ഓൾറെഡി പുറകിൽ കെട്ടി വെച്ചേക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി കൂടി പ്രായം തോന്നിക്കും. സോ ഞാൻ ഇത് അധികം ഇടാറില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇരുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത് കാണിക്കണം എന്നൊന്നും വിചാരിച്ചാൽ അത്ര എനിക്ക് ഇഷ്ടമുള്ള കമ്മലൊന്നും അല്ല. ഇനിയുള്ള കമ്മലുകൾ വലിയ സുഖമില്ല ഗൈസ്. അപ്പോൾ അടുത്ത കമ്മൽ ഇതാണ് ഗൈസ്. ഇത് ഈ വീഡിയോയിൽ കാണാൻ വലിയ രസമില്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ പിങ്കൊക്കെ ഒരു വല്ലാത്ത, ഇതിൻ്റെ പിങ്ക് കല്ലൊക്കെ വേറെ ഏതോ ഒരു കളർ പോലെ ഇരിക്കുന്ന, അങ്ങനെയല്ല ആക്ച്വലി. ഇതിൻ്റെ കളർ കുറച്ചുകൂടെ നല്ല ഈ റൂബി എമറാൾഡ് അങ്ങനത്തെ സാധനം നമ്മൾ ഗോൾഡിൻ്റെ മേടിക്കില്ലേ, അതിൻ്റെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിലിപ്പോൾ വെയിലിൻ്റെതാണോ അതോ വീഡിയോ ക്യാമറ വരുന്നതിൻ്റെ ഇതാണോ എന്ന് എനിക്കറിയില്ല. ഇതിൽ കാണുന്നൊരു കളറല്ല, ഇതിനേക്കാളും ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇത് അഗെയിൻ ഒരു ചെറിയ കമ്മലാണ്. എൻ്റെ വലിയ മുഖത്തിൽ വയ്ക്കുമ്പം കുറച്ചുകൂടെ ചെറുതായിട്ട് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയാണ്. ഭയങ്കര കുഞ്ഞായിട്ടുള്ള മിനിമലിസ്റ്റിക് അങ്ങനത്തെ ഒരു കമ്മലാണ്. അത്യാവശ്യം ട്രഡീഷണൽ അറ്റാച്ചനൊക്കെ ചെയ്യും. ആൻഡ് ജുംക്ക പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മിക്ക ജുംക്ക നമുക്ക് ട്രഡീഷണലായിട്ട് ഇടാൻ പറ്റുന്നതാണ്. അല്ലാതെ നമ്മൾ ഈ ഭയങ്കര വെസ്റ്റേൺ ആയിട്ടുള്ള ബോഡിക്കോൺ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ നല്ല ജുംക്കൊക്കെ ഇട്ടാൽ ഒരു ബന്ധം വരില്ല. ചിലപ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതെൻ്റെ അമ്മ മേടിച്ചെന്നെ ജുംക്കയാണ്. എവിടെയോ ഉത്സവത്തിന് പോയപ്പോൾ, എവിടെയോ കച്ചേരിക്ക് പോയപ്പം അമ്മ മേടിച്ചതാണിത്. ബാക്കി ഇതൊക്കെ ഈ തൊട്ട് മുന്നേ കാണിച്ച ഈ പിങ്ക് ഇതൊക്കെ കിഴക്കേക്കോട്ടയാണ് കേട്ടോ. കമ്മൽ വാങ്ങാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ബിക്കോസ് എനിക്ക് അവിടെ പോകണ ഭയങ്കര ഇഷ്ടമാണ്. കിഴക്കേക്കോട്ട അവിടെ പോയ അമ്പലത്തിൽ തൊഴുകയും ചെയ്യാം. കുറേ അമ്പലങ്ങളുമുണ്ട്, കുറേ തിന്നാനുള്ള സ്ഥലങ്ങളുമുണ്ട്, കുറേ ഇങ്ങനെ കമ്മലും മാല ഇങ്ങനത്തെ സാധനങ്ങളുമുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. പക്ഷേ ഇപ്പോൾ കുറേ ആയി പോയിട്ട്. അപ്പോൾ ഇത് അടുത്തൊരു കമ്മലാണ്. ഇത് അമ്മ മേടിച്ചെന്ന കമ്മലാണ്. ഞാൻ പറഞ്ഞല്ലേ, അമ്മ മേടിച്ചെന്ന എവിടെയോ കച്ചേരിക്ക് പോയപ്പം അമ്മ മേടിച്ച കമ്മലാണിത്. ഒരു സൺഫ്ലവർ, ഒരു ചുമന്ന സൂര്യകാന്തി, പിന്നെ എന്തൊക്കെയോ കുത്തായിട്ടൊക്കെ വരുന്ന കൊള്ളാം. ഇങ്ങനെ ആക്ച്വലി ഇത് അടുത്ത് കാണുന്ന കാര്യം ദൂരെ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നി. സോ അതത്രേ ഉള്ളൂ. ഇത് വലിയ അടിപൊളിയൊന്നും അല്ല, പക്ഷേ കാണുമ്പോഴൊന്നും വലിയ ഭംഗിയില്ല. പക്ഷേ ഇത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയ പോലെ എനിക്ക് തോന്നും. പിന്നെ മിക്ക ഡ്രസ്സിൻ്റെ കൂടെ ചേരും. ഇത് സിൽവർ ആണെന്നുണ്ടെങ്കിലും ഞാൻ 9th എന്തോ പഠിക്കുന്ന സ്കൂളിൽ ഓണം സെലിബ്രേഷന് ഞാൻ ഇതാണ് ഇട്ടത്. അത് ഞാനിവിടെ സൈഡിലെങ്ങാനും ഞാൻ കൊടുക്കാം, ആ ഫോട്ടോ എങ്ങാനും ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട കമ്മൽ ഇതാണ്. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ ഞാൻ അവിടെ കണ്ടു, ആ കടയിൽ ഞാൻ കണ്ടു. പക്ഷേ അത് നല്ല പൊട്ടയായിരുന്നു. എനിക്ക് ആ കമ്മൽ ഒട്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിൽവർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ.
ചില സാധനങ്ങൾ സിൽവർ കൊള്ളത്തില്ലായിരിക്കും, ഗോൾഡൻ നല്ല ഭംഗിയായിരിക്കും. ചിലത് ഗോൾഡൻ കൊള്ളത്തില്ല, സിൽവർ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ മിക്കതിലും എനിക്ക് തോന്നിയിട്ടുള്ള ഗോൾഡനെക്കാളും ബെറ്റർ സിൽവർ ആയിട്ടാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയാം കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചതാണ്, ദേവിക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചെന്ന ജുംക്കയാണ് ഇത്. ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് 16 ആ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചത് കമ്മലാണിത്. സോ ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇനി എവിടെയെങ്കിലും ഇടണം. ആൻഡ് ദെൻ ഇത് ഇങ്ങനത്തെ നമ്മളൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും. ഇങ്ങനത്തെ ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ബാക്കി കാണുന്ന പോലെയല്ല. ഇതിനും ഞാൻ ഇത്രയും കാണിച്ചു തന്നതിൽ ഇച്ചിരി വെയിറ്റ് ഉള്ളത് ഇത് രണ്ടുമാണ്. ബാക്കി ഒന്നിനും വെയിറ്റ് ഇല്ല. ബാക്കിയൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് നമുക്കങ്ങനെ ചെവിക്ക് അങ്ങനെ സ്ട്രെസ്സും അങ്ങനെ ഭയങ്കര വേദനയോ അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി വരുന്ന പോലെയൊന്നും തോന്നത്തില്ല. നല്ല കമ്മല. ആൻഡ് ദെൻ ഇത് അഗൈൻ കുർത്ത അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. അല്ലാതെ പട്ടുപാവാട അങ്ങനെ ഹാഫ് സാരി ദാവണി അങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ എനിക്ക് കൂടുതലും ഗോൾഡൻ ഇതായിട്ടുള്ള കമ്മലുകളാണ് എനിക്കിഷ്ടം. സിൽവർ ഞാൻ അധികം പെയർ ചെയ്യാറില്ല. സിൽവർക്ക് കൂടുതലും കുർത്ത അല്ലെങ്കിൽ സാധാരണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പം കാഷ്വലായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇടുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ഇടാം. ആൻഡ് ദെൻ ഇത് കയ്യിലുള്ളതിൽ വെച്ച ഏറ്റവും പഴക്കമുള്ള ജുംക്കയാണിത്. ഇത്രയും പഴക്കമുള്ള ജുംക്ക വേറെ ഇല്ല കേട്ടോ. സോ ഏറ്റവും പഴക്കമുള്ള ജുംക്കയാണിത്. പക്ഷേ ഇത് ഞാൻ അടുത്ത ഈ ഒരു ജുംക്ക ഇത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേടിച്ച ജുംക്കയാണിത്. 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മേടിച്ച ജുംക്കയാണിത്. എത്ര വർഷമായി ഞാനിപ്പം 11th-ലാണ്. 3ാം ക്ലാസ് 11th എത്ര നാളായിട്ടും ഇത് എനിക്കാണെങ്കിലും ഞാൻ ഒരു സാധനം എനിക്ക് കമ്മലും മനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ സൂക്ഷിച്ച് വെക്കത്തൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും ഊരിയിടും. ഒരെണ്ണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് അതിനെ തപ്പി പിടിച്ചെടുക്കണം. ഞാൻ ഒരു വക സൂക്ഷിച്ച് വയ്ക്കാറില്ല. എന്നിട്ട് പോലും അത്രയും വർഷമായിട്ട് പോലും ഇതിന് ഒരു കുഴപ്പമില്ല. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല, മര്യാദയ്ക്ക് പെട്ടിയിലിട്ട് വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനും ഒക്കെ തുടങ്ങിയത് തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. എന്നിട്ടും ഈ ജുംക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ പുറകിൽ ഒക്കെ കുറച്ചൊന്ന് കളറൊക്കെ പോയി ഒരുമാതിരി ആയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ആക്ച്വലി ഇട്ട പോലെ ഉണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഇത്രയും വലുതല്ല, അതിനെക്കാളും ചെറുതായിട്ടുള്ളൊരു ഗോൾഡിൻ്റെ തന്നെ വേറൊരു കമ്മലുണ്ട്. അത് ചെറുതാണ്, ഇത്ര വലുതല്ല. പക്ഷേ ഇതേ ഓറഞ്ച് കളർ സാധനമാണ്. ഓറഞ്ച് കളർ കല്ല് വെച്ചിട്ടുള്ള ഗോൾഡിൻ്റെ ഒരു കമ്മലുണ്ട്. അപ്പം അതിൻ്റെ വലുത് പോലെ ഇത് തോന്നും. ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടുമ്പോൾ എനിക്ക് ആക്ച്വലി ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഗോൾഡ് ആണെന്നേ തോന്നുള്ളൂ. അല്ലാത്ത ജുംക്കയാണെന്ന് എനിക്ക് തോന്നാറേ ഇല്ല. ഇനി അതുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ ഇത് പെട്ടെന്ന് കാണുമ്പം ഒരു ഗോൾഡ് ശരിക്കും അങ്ങനത്തെ ഒരു ഫിനിഷാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഷേപ്പാണെങ്കിലും ആ ഒരു മുത്തൊക്കെ കിടക്കണതാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. ഇതും കിഴക്കേക്കോട്ടയിൽ നിന്ന് എവിടെന്നോ മേടിച്ചതാണ്. ആ കട ഇപ്പം ഇല്ല, കടയല്ല, ഏതോ ഒരാൾ വഴിയിൽ വെച്ചുകൊണ്ട് തന്നെ മേടിച്ചതാണ്. ആൻഡ് അതിപ്പോൾ അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ബട്ട് ഈ കമ്മൽ പറയാതിരിക്കാൻ വയ്യ, അത്രയും ക്വാളിറ്റി ഉണ്ട്. ഇത് ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ ഒരു മുത്ത് പോലും പോയിട്ടില്ല. കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, മുത്തോ ഒന്നും പോയിട്ടില്ല. ഇതാകെ 2 പ്രാവശ്യം എന്തോ ഇട്ടുള്ളൂ. എന്നിട്ടിതേ പോയി, രണ്ട് കല്ല് പോയി. എങ്ങനെ പോയി ഒരു ഐഡിയ ഇല്ല, പക്ഷെ പോയി. അപ്പോൾ അടുത്ത കമ്മൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ദിവസത്തിൽ ഞാൻ ഇട്ട കമ്മലാണ്. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം ആണ്. അന്ന് ഞാനിട്ട കമ്മലാണ് എൻ്റെ കച്ചേരി, എൻ്റെ അരങ്ങേറ്റത്തിന് തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അന്ന് ഞാനിട്ട ജുംക്കയാണിത്. ഭയങ്കര തിളക്കമായിരുന്നു. അന്ന് ഞാനിട്ട എൻ്റെ വളയും ഇതേപോലത്തെ കല്ല്. ഇതിൻ്റെ കല്ല് കാണാൻ പറ്റുന്നുണ്ടോ? ശരിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതൊരു എന്താ പറയുക, റെയിൻബോ പോലെ ഭയങ്കര റിഫ്ലക്ഷൻ. ഈ CD-ൻ്റെ ഒക്കെ മറ്റേ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു സ്പെക്ട്രമൊക്കെ വരുന്ന ആ ഒരു ഇതില്ലേ, അതുപോലത്തെ കല്ലാണ് ഇതിൽ മൊത്തം വെച്ചത്. എൻറ്റയർ കമ്മലും മൊത്തം അതാണ്. ഇത് ഭയങ്കര തിളക്കമാണ്. എസ്പെഷ്യലി നമ്മൾ സ്റ്റേജിൽ ഇരുന്ന് ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങും. അങ്ങനെ എൻ്റെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള എനിക്ക് ഭയങ്കര ഡെലിബിളായിട്ട് ആ ദിവസം എന്നെ ഭയങ്കര ഷൈൻ ചെയ്യാനായിട്ട് സഹായിച്ചൊരു കമ്മലാണിത്. ഇത് പൊട്ടിപ്പോയി, ഇതിൻ്റെ മേലത്തെ സാധനം പൊട്ടിപ്പോയി. അത് ഇടാൻ പറ്റില്ല. ഇതിൻ്റെ ആ ഒരു ഹുക്ക് ചെയ്യുന്ന ആ ഒരു സാധനം അത് വെച്ച് പൊട്ടിപ്പോയി. മെറ്റലിൻ്റെ അല്ലേ, അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കണേ, ഇത് പൊട്ടിപ്പോയി, ഇനി ഇടാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. സോ ഇത്രയും കമ്മലുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷനുള്ളൊരു കമ്മലാണിത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കണക്ഷനാണത്. സോ ഇത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മലുകളെല്ലാം നമ്മൾ കണ്ടു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏത് കമ്മലാണ്, എത്രാമത് കാണിച്ച കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ ഏതാണെന്ന് പറയാൻ പറ്റില്ല. സോ എത്രാമത് കാണിച്ച കമ്മലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ എനിക്ക് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാറായി. സോ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിണങ്ങും. ഓക്കെ, സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു വാച്ച് മൈ വീഡിയോസ് ആൻഡ് ഓൾ. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.